എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അല്ലേ. സാമ്പാറിലേക്ക് ആവശ്യമായ തുവരപ്പരിപ്പ് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കുക്കറിലേക്ക് മാറ്റി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കട്ടിപ്പെരുങ്കായം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുക. നമ്മൾ വെച്ച വെള്ളം പാകമായിരുന്നു. പരിപ്പും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആദ്യം ചെയ്യാൻ പോകുന്നത് സാമ്പാറിലേക്ക് ആവശ്യമായ പൊടി വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായി ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് അത് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണേ. ഇനി അതേ ചട്ടിയിലേക്ക് ഞാൻ പച്ചക്കറി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് ഉപയോഗിക്കുന്നത് മുരിങ്ങക്കായയും പച്ചമാങ്ങയും മാത്രമാണ്. ആദ്യം ഞാൻ വേവാനിടുന്നത് മുരിങ്ങക്കായ, തക്കാളി, ചെറിയ ഉള്ളിയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ചേർത്ത് ഇളക്കിയിട്ട് ഒരടപ്പിട്ട് മൂടിയിട്ട് ഒരു 90% ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ലാസ്റ്റാണ് ചേർക്കുന്നത്, കാരണം മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ. അതുമാത്രമല്ല ഈ പുളിയുള്ള സാധനം ഫസ്റ്റ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ബാക്കി പച്ചക്കറികളൊക്കെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് മാങ്ങ ലാസ്റ്റ് ചേർക്കുന്നത്. ഇനി ഈ കൂട്ട് മൊത്തത്തിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പച്ചക്കറികളെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിള വന്നതും ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന മാങ്ങയും പുളിയാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണേ. പിന്നെ സാമ്പാർ എത്ര തിക്നെസ് വേണമെന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആദ്യം വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ, അതും ചേർക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേനും ഈ മസാലയും പുളിയൊക്കെ പച്ചക്കറിയിലേക്ക് പിടിച്ചോളും. 5 മിനിറ്റ് കഴിഞ്ഞതും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമല്ലി ചേർത്തു. കൊത്തമല്ലിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാർ നല്ലൊരു മണമാണ്. ഇനി അവസാനമായിട്ട് ഈ സാമ്പാറിന് ഒരു താളിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പ്. അതിന് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. താളിപ്പ് സാമ്പാറിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി. ഇതിനു മുമ്പും ഈ ചാനലിൽ ഞാനൊരു സാമ്പാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.